ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജാവ്. 1792 മുതൽ 1805 നവംബർ 30 വയനാടൻ കാടുകളിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത് വരെയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരെയും ഒക്കെ അദ്ദേഹം ശക്തവും ധീരവുമായിട്ട് പോരാടി. അക്കാലത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്നത്. അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതുപോലെ തന്നെ ധനവും സമ്പത്തും കയ്യൂക്കുമുള്ളവനായിരുന്നു അക്കാലത്ത് മുൻഗണന. ഇത്തരം ഒരു സാമൂഹ്യ വ്യവസ്ഥിതി നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിലായിരുന്നു പഴശ്ശിരാജാവിൻ്റെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായുള്ള ഇത്തരം പോരാട്ടങ്ങളും കലാപങ്ങളും ഒക്കെ നടന്നത്. 18-ാം നൂറ്റാണ്ടിൽ മലബാറിൽ നിരവധി രാഷ്ട്രീയാധിപത്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇവരൊക്കെ തന്നെയും അധികാരത്തിനും സമ്പത്തിനും വേണ്ടിയിട്ട് നിരന്തരം തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. 1776 മുതൽ 1892 വരെ ഹൈദരാലിയുടെയും മകൻ ടിപ്പു സുൽത്താൻ്റെയും ആക്രമണങ്ങളെ മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ നാട്ടുരാജാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു നിന്നിരുന്നു. എന്നാൽ ഇത്തരം ചെറുത്തുനിൽപ്പ് ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആധിപത്യം ഉറപ്പിക്കാൻ തക്കം പാർത്തു നിന്ന ബ്രിട്ടീഷുകാരെ കൂട്ടുപിടിച്ചുള്ളതായിരുന്നു എന്നതായിരുന്നു വിചിത്രമായ ഒരു സംഭവം. എന്നാൽ ഒരു പ്രാദേശിക ശക്തിയെ നേരിടാനായിട്ട് വിദേശ ശക്തിയെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ കൂട്ടുപിടിച്ചതിൻ്റെ ഭവിഷ്യത്ത് ഭാവിയിൽ നമ്മൾ അനുഭവിച്ചറിയുകയും ചെയ്തിരുന്നല്ലോ.